ഹായ് ഹലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ പണി നോക്കാം കേട്ടോ. പുറത്തേക്കൊന്ന് ചുമ്മാ ഇറങ്ങിയതാണ്. ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടെന്ന് വെച്ച് തേങ്ങ ചെറുകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂട്. ഞാൻ സൂര്യൻ തൊട്ട് പുറകെ തന്നെയുണ്ട്, അതുപോലെ ചൂടാണ്. എങ്കിലും ആവശ്യത്തിന് ഇറങ്ങാതിരിക്കാൻ പറ്റുമല്ലോ എന്ന് വെച്ച് ഞാൻ പിന്നെ തേങ്ങയൊക്കെ ചെറുകി എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നായിനെ ഒന്ന് പുറത്തുകൊണ്ട് കെട്ടിയായിരുന്നു. അപ്പോൾ അവൾക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത കാരണം പുള്ളിക്കാരത്തി ഒച്ചയാക്കി ഇതേ വീണ്ടും അകത്തേക്ക് വന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. അവിടെ കിടന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നു കേട്ടോ. അപ്പോൾ ഇനി അവർ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് നനച്ച് വെക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ ചായേൻ്റെ കടി ഉണ്ടെങ്കിൽ അത് മതിയിട്ടോ കുട്ടികൾക്ക്. പക്ഷേ അന്ന് രാവിലെ ബ്രെഡും മുട്ടയായിട്ട് ഇന്ന് രാവിലെ ആക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞു പോയി. പിന്നെ അത് ബ്രെഡ് ഉണ്ട്, മുട്ടയില്ല. അപ്പോൾ പിന്നെ ബ്രെഡ് വെറുതെ തിന്നില്ലാത്ത കാരണം ഞാൻ എന്നാൽ കുറച്ച് അവിലുണ്ട്, അപ്പോൾ അത് വിളയിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്ക് അവിൽ വിളയിച്ചതും കട്ടൻ ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പാലും ഇല്ല ഇന്നലെ പാല് വാങ്ങി രാവിലെയും കുടിച്ചു, വൈകുന്നേരവും കുടിച്ചുകൊണ്ട് പാല് കയറണം. അപ്പോൾ ഇനി വൈകുന്നേരം ഇന്ന് കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ. ചേട്ടൻ നേരത്തെ വന്നുകൊണ്ട് ചോറിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടോ. ചോറും കറിയെല്ലാം ആക്കി നേരത്തെ വെച്ചു. ഇനി കുളിക്കുക വേണ്ട, കുട്ടികളെ പഠിപ്പിക്കണം, കുളിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യണ്ടൂ. അപ്പോൾ അതേ അവിലൊക്കെ റെഡിയായി ഞാനെല്ലാം മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. കുറച്ച് അവിലെടുത്ത് ഞാൻ പാരനും കൊടുത്തു കേട്ടോ. അവൾ നോക്കി വെള്ളം ഇറക്കുന്ന വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് അവൾക്കും കൊടുത്തു. അങ്ങനത്തെ എന്നാൽ കുട്ടികളൊക്കെ വന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിലെ ഓരോരുത്തരുടെ പാത്രത്തിലൊക്കെ പകർത്തി കൊടുത്തു. ബാക്കി വന്നത് കുറച്ച് ഞാനും കഴിച്ചു. അങ്ങനത്തെ എല്ലാം മിക്സ് ചെയ്തു കേട്ടോ. ഞങ്ങളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞാൽ ചായ കുടിച്ചത്. പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അകത്ത് തന്നെയാട്ടോ ഞങ്ങളിങ്ങനെ ചായ കുടിച്ചത്. അങ്ങനെ കുറച്ച് മാങ്ങച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ മാങ്ങച്ചാറിൻ്റെ രുചി നോക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എടുത്ത് കയ്യിൽ വെച്ച് നോക്കി. അപ്പോൾ അതേ അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര ഉപ്പാണ് മാങ്ങയ്ക്ക്, പുളിയും ഉപ്പും കൂടുതലാട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യത്തിനുള്ള രസം നോക്കി. അപ്പോൾ അതേ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുപ്പിയിലേക്ക് വൈകുന്നേരം മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ചായ കുടിച്ചു. അപ്പോൾ ഞാനും അവരൊപ്പം തന്നെ ഇരുന്ന് അവർ കുടിച്ച് കഴിഞ്ഞിട്ടോ ഞാൻ കുടിച്ചത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ചായക്ക് അവിലും കട്ടൻ ചായ കേട്ടോ കുടിച്ചത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മീഡിയം മധുരത്തിൽ ശർക്കരയിലിട്ട് കട്ടൻ ചായക്ക് പാകത്തിന് മധുരമൊക്കെ ആയിട്ട് ലൈറ്റ് കട്ടൻ ചായ കേട്ടോ എനിക്കിഷ്ടമാണ്. ഒരുപാട് കടുപ്പത്തിലൊന്നും ചായ കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതേ നല്ല രീതിയിൽ മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ.